ശക്തമായ മഴയിൽ മൂന്നാം ദിനവും താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതിനാൽ വയനാട് ഒറ്റപ്പെട്ട നിലയിലാണ്. ഓണക്കാലത്തെ ഗതാഗത തടസ്സം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അതേയിടത്ത് ശക്തമായ മഴയിൽ വീണ്ടും മണ്ണിടിയുകയാണ്. ഇതോടെ പൂർണ്ണതോതിലുള്ള ഗതാഗതം സാധ്യമല്ലാതായി. വയനാട്ടിൽ നിന്ന് വിവിധ ജില്ലകളിലേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് താമരശ്ശേരി ചുരമാണ്. ചുരത്തിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ വയനാട് ഒറ്റപ്പെട്ടു. ദൂരപ്രദേശത്തേക്ക് ഉൾപ്പെടെയുള്ള യാത്ര ചെയ്യാനുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അത് ഇന്നലെ ഞങ്ങൾ വർക്കിന് വന്നിട്ടില്ല ചുരം ഇടിഞ്ഞത് കൊണ്ട്. അപ്പോൾ വീണ്ടും ഇന്ന് വന്ന് ഇന്ന് ഇവിടെ പെട്ട് കിടക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര. ഇവിടെ വരുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട്, കൊച്ചും കാര്യം വൈഫും ഒക്കെ ഇരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പോവാനും ഇതെല്ലാം. ബദൽ മാർഗങ്ങളായ കുറ്റ്യാടിച്ചുരവും നാടുകാണിച്ചുരവും വാഹന ബാഹുല്യം കാരണം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. കുറ്റ്യാടി പക്രന്തളം ചുരത്തിന് സമീപം നേരിയ മണ്ണിടിച്ചിലുണ്ടായതും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ചുരം ബദൽ മാർഗങ്ങളെല്ലാം ചർച്ചയായി തുടരുമ്പോഴും വയനാടൻ ജനത അനുഭവിക്കുന്ന യാത്രാക്ലേശം ഇപ്പോഴും തുടരുകയാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടെങ്കിലും ആയിരക്കണക്കിന് യാത്രക്കാരാണ് വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ വയനാട് പൂർണ്ണമായും ഒറ്റപ്പെട്ടിട്ട് 3 ദിവസം പിന്നിടുകയാണ്. ചുരം ബദൽ മാർഗങ്ങളെല്ലാം വാഗ്ദാനങ്ങളായി കടലാസിലൊതുങ്ങുമ്പോൾ ഒരു ജനതയുടെ യാത്രാമാർഗത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഇനിയും അധികാരികൾ വയനാടൻ ജനതയ്ക്ക് മുമ്പിൽ കണ്ണു തുറന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാവുക. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1, വയനാട്.